ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മോൺസ്റ്റർ വേഴ്സിലെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ഗോഡ്സില്ല എക്സ് കോങ് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് അധിക സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഒരു ഹോളിവുഡ് സിനിമ ഇത്രയും അർമാദിച്ച് എൻജോയ് ചെയ്ത് കാണുന്നത്. അമ്മാതിരി ഒരു മാരക ഐറ്റം. നമ്മളിങ്ങനെ രോമാഞ്ചിഫൈഡ് ആവുക എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവം. മോൺസ്റ്റർ വേഴ്സിലെ എല്ലാ സിനിമകളെയും പോലെ തന്നെ എൻ്റർടൈൻമെൻറ്റിനാണ് ഈ സിനിമ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളിതിൽ വലിയൊരു കഥയോ കാര്യങ്ങളോ ഒന്നും പ്രതീക്ഷിച്ച് പോകരുത്. ഇത് ജസ്റ്റ് പ്യുവർലി എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഇറക്കിയ പടമാണ്. അക്കാര്യത്തിൽ ഇവർ 100% വിജയിച്ചിട്ടുണ്ട്. കാരണം ഒരു 2 മണിക്കൂർ സിനിമ ഒരു തരി പോലും ലാഗ് അടുപ്പിക്കാതെ ഫുൾ എൻഗേജിങ് ആയിട്ടാണ് പോകുന്നത്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എങ്ങോട്ടാണ് പോകുന്നത്, അവസാനം എന്ത് സംഭവിക്കും, ഇതെല്ലാം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ബട്ട് അതൊന്നും ആലോചിക്കാതെ നല്ല ഫണ്ണായിട്ട് കാണാൻ പറ്റുന്ന ഒരു പടമാണിത്. ഹോളോ എർത്തിനെ നന്നായിട്ട് തന്നെ സിനിമയിൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഒരുപാട് മോൺസ്റ്റേഴ്സിനെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ഏതൊക്കെ മോൺസ്റ്റേഴ്സ് വന്നാലും നമ്മുടെ കണ്ണു പോകുന്നത് 2 പേരുടെ അടുത്തേക്കായിരിക്കും. യെസ്, ഗോഡ്സില്ല ആൻഡ് കോങ്. നിങ്ങളൊരു കോങ് ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് തന്നെ പീക്ക് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ. ബട്ട് നിങ്ങളൊരു ഗോഡ്സില്ല ഫാൻ ആണെങ്കിൽ എന്താ പറയുക, ഡിസപ്പോയിൻറ്റഡ് എന്നല്ല, ബട്ട് കമ്പാരിറ്റീവ്ലി കോങ്ങിനാണ് ഗോഡ്സില്ലേക്കാൾ സ്ക്രീൻ ടൈം കൂടുതൽ. കോങ്ങിൻ്റെ കണ്ണിലൂടെയാണ് സംഭവങ്ങളൊക്കെ കാണിക്കുന്നത്. കോങ്ങിനെയാണ് ഇവർ പ്രോട്ടോഗോണിസ്റ്റായിട്ട് വെച്ചിരിക്കുന്നത്. ബട്ട് ഗോഡ്സില്ല വരുന്ന സീൻസ് എല്ലാം തന്നെ ഒരു രക്ഷയില്ലാത്തതായിരുന്നു. എസ്പെഷ്യലി സിനിമയുടെ ടൈറ്റിൽ കാണിക്കുന്നത് ഗോഡ്സില്ല സ്ക്രീം ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ്. അതൊരു കിട്ടില്ല സീനായിരുന്നു. പിന്നെ ഹ്യൂമൻസിൻ്റെ കാര്യം എടുത്താൽ എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ സിനിമയിൽ മനുഷ്യരെ വെക്കുന്നത് ഭയങ്കര വെറുപ്പീരായിട്ടാണ് തോന്നുന്നത്. എന്താ പറയുക, ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ട് തോന്നും. മനുഷ്യരെ വെച്ചല്ലേ പറ്റൂ, എന്നാൽ പിന്നെ ഇവിടെ വെച്ചേക്കാമെന്ന് പറഞ്ഞ് ഒരുമാതിരി കുത്തിക്കയറ്റിയ പോലെ തോന്നും. ബട്ട് ഈ സിനിമയിൽ മറ്റ് സിനിമകളെ അപേക്ഷിച്ച് വെറുപ്പിച്ചില്ല. അവരുള്ള സീൻസ് എല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ ചെയ്തിട്ടുണ്ട്. അവരുണ്ടെങ്കിലും സിനിമ ഫുള്ളായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മോൺസ്റ്റേഴ്സിനെയാണ്. ഇതിനകത്ത് കുറച്ച് സീൻസ് ഉണ്ട്, മോൺസ്റ്റേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സീനുകൾ. അതിലവരൊരു വാക്ക് പോലും ഉപയോഗിക്കുന്നില്ല. പക്ഷെ അവർ പറയുന്ന കാര്യങ്ങളും അവരുടെ ഇമോഷൻസ് എല്ലാം നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, തുടർന്ന് ഇനി മോൺസ്റ്റർ വേഴ്സിൽ വരാൻ പോകുന്ന സിനിമകൾ കംപ്ലീറ്റ്ലി മോൺസ്റ്റേഴ്സിനെ വെച്ചെടുക്കാൻ പറ്റും. അതായത് ഒരു മനുഷ്യനായിട്ടുള്ള ക്യാരക്ടറിനെ പോലും വെക്കാതെ ഫുൾ മോൺസ്റ്റേഴ്സിനെ വെച്ചൊരു പടം എടുക്കാൻ പറ്റുമെന്നാണ് അവർ ഈ സിനിമയിൽ കാണിക്കുന്നത്. ആൻഡ് ടു ബി ഓണസ്റ്റ്, എനിക്ക് അങ്ങനെ ഒരു പടം കാണാനായിരിക്കും കൂടുതൽ താല്പര്യം. കാരണം ഈ ഹ്യൂമൻ ക്യാരക്ടേഴ്സിനെയൊക്കെ അനാവശ്യമായിട്ട് കൊണ്ടുവരുന്നത് പോലെ തോന്നും പല സമയവും. ഓഡിയൻസിൻ്റെ അടുത്ത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എന്താണ് ഈ മോൺസ്റ്റേഴ്സ് തമ്മിലുള്ള പ്രശ്നം എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മാത്രം കൊണ്ടുവന്ന പോലെ തോന്നും. ആൻഡ് ഈ മോൺസ്റ്റേഴ്സിൻ്റെ ഒക്കെ ഒരു കിടിലൻ സീൻ കണ്ടു കഴിയുമ്പോൾ അടുത്തതായിട്ട് ഈ ഹ്യൂമൻസിൻ്റെ സീനുകൾ കാണിക്കുമ്പോൾ ഭയങ്കര വെറുപ്പീരായിട്ട് തോന്നും. സോ ഇനിയുള്ള ഫിലിംസിലെങ്കിലും ഈ ഹ്യൂമൻസിനെ ഒഴിവാക്കിയിട്ട് മോൺസ്റ്റേഴ്സിനെ മാത്രം വയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളൊരു ഭയങ്കര കഥയോ കാര്യങ്ങളോ ട്വിസ്റ്റുകളോ ടേണുകളോ ഒന്നും പ്രതീക്ഷിച്ച് ഈ സിനിമയ്ക്ക് പോകരുത്. ഇത് ജസ്റ്റ് പ്യുവർലി ഫാൻറ്റസിയാണ്. കഴിഞ്ഞ പടത്തിൽ, അതായത് ഗോഡ്സില്ല വേഴ്സസ് കോങ്ങിൽ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടാണ് സംഭവങ്ങൾ കാണിച്ചത്. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ പ്യുവർലി ഫാൻറ്റസിയാണ്. നമ്മൾ ഈ തമിഴ് പടങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഒരു ഫുൾ ആക്ഷൻ പാക്കഡ് ആയിട്ടുള്ള ഒരു മാസ് പടം. ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ ഒരു സാധനമുണ്ട് മോനെ, ഒരു രക്ഷയില്ലാത്തൊരു ഐറ്റം. അത് നിങ്ങൾ ട്രെയിലറിൽ കണ്ടു കാണും ആ ഒരു സീൻ. പക്ഷേ അതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് മാരകമാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവും ഇതിൻ്റെ ക്ലൈമാക്സ് ആണ്. ആ ഒരു ക്ലൈമാക്സ് ഫൈറ്റ് കാരണമാണ് ഈ സിനിമ ഈ ഒരു ലെവലിലേക്ക് എത്തിയത്. കോങ്ങിൻ്റെയൊക്കെ ആക്ഷൻ സീക്വൻസുകൾ കിടിലനായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പലരും ഇതിൻ്റെ VFXന് പോരായ്മകളുണ്ടെന്ന് പറയുന്നത് കേട്ടു. ബട്ട് എനിക്കങ്ങനെയൊന്നും തോന്നിയില്ല. ആ ഒരു ബഡ്ജറ്റിന് കിടിലനായിട്ട് തന്നെ അവർ മേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയ്ക്ക് 3D ഉണ്ട്, 2D ഉണ്ട്. ഞാൻ 3D ആണ് കണ്ടത്. തുടങ്ങിയപ്പോൾ ഞാനിത് നോവേ ഹോമിൻ്റെ 3D എക്സ്പീരിയൻസ് പോലെ ആവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത്യാവശ്യം അടിപൊളി 3D എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കിട്ടിയത്. ഈ സിനിമയിൽ ആകെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് വില്ലനായിട്ടുള്ള സ്കാർക്കിംഗ് ആണ്. പുള്ളിയുടെ എൻട്രിയും കാര്യങ്ങളൊക്കെ അടിപൊളി തന്നെയായിരുന്നു. ബട്ട് ആ ഒരു ക്യാരക്ടറിനെ അത്ര എക്സ്പ്ലോർ ചെയ്യാത്തതുപോലെ തോന്നി. സോ നിങ്ങൾ മോൺസ്റ്റർ വേഴ്സിൻ്റെ ഒരു കട്ട ഫാനാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മിസ്സാക്കാതെ കാണേണ്ട ഒരു മാരക ഐറ്റമാണ് ഗോഡ്സില്ല എക്സ് കോങ് ദ ന്യൂ എംപയർ. സോ നിങ്ങൾ ഈ സിനിമ കണ്ട ആളാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക്